ഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 4-ാം വാക്യം. എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല, സ്ഥിരോത്സാഹിക്ക് സമർത്ഥമായി ലഭിക്കുന്നു. അലസന് ആഗ്രഹങ്ങളേ ഉള്ളൂ, അധ്വാനമില്ല. അതുകൊണ്ട് ദൈവം ഓർമ്മപ്പെടുത്തുക, അവൻ എത്ര ആഗ്രഹിച്ചാലും അവന് ഒന്നും കിട്ടത്തില്ല. കാരണം അവൻ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല, പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നില്ല. എന്നാൽ സ്ഥിരോത്സാഹിയാകട്ടെ, അവൻ നിരന്തരം ഉത്സാഹിക്കുന്നതുകൊണ്ട് അവന് സമർത്ഥമായിട്ട് ലഭിക്കുന്നു. അവൻ്റെ എല്ലാ അധ്വാനത്തെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്നു. നീ മടിയനാണോ, മടിച്ചിയാണോ, അതോ ഉത്സാഹിയാണോ? നിൻ്റെ കുടുംബാംഗങ്ങൾ എങ്ങനെയാണ്? ഇഷ്ടമുള്ള ജോലിക്ക് പിന്നാലെ മാത്രമേ പോകത്തുള്ളൂ, അതോ സാധിക്കുന്ന രീതിയിലെല്ലാം കുടുംബത്തെ പടുത്തുയർത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്? എല്ലാവരെക്കുറിച്ച് ഉദ്ദേശിക്കുക. ആരെങ്കിലുമൊക്കെ മടി പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണേ. നീയും കൂടെ ഒന്ന് ശ്രമിച്ചാൽ നിങ്ങളുടെ കുടുംബം ഉയരുക. ആഗ്രഹിക്കുന്ന ജോലി വരട്ടെ, പക്ഷെ ഇപ്പോഴൊന്ന് അധ്വാനിക്കാമല്ലോ. നീയും കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ അത്രയും കൂടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമായി. ഉത്സാഹിക്കുന്നവരെ ദൈവം കൈവിടത്തില്ല, പക്ഷെ അലസന് ദൈവം തിരിഞ്ഞു നോക്കത്തില്ല. അലസന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. അലസൻ്റെ ജീവിതത്തിലേക്ക് പിശാച് കടന്നു വരുത്തുന്നു. അവനിലൂടെ കുടുംബത്തിൽ പിശാച് പ്രവർത്തിക്കത്തുള്ളൂ. അവരാ ഭിന്നിപ്പ് കൊണ്ടുവരിക, അവരാ അസ്വസ്ഥത ലഭിക്കുക. അധ്വാനിക്കുവാണെങ്കിൽ നീ നിരന്തരം പ്രവർത്തനത്തിലാണ്, അവിടെ കടന്നു വരാൻ പിശാചിന് സാധിക്കത്തില്ല. മറിച്ച് നിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ദർശിക്കുവാനായിട്ട് നിനക്ക് ഇടവരും. അച്ഛൻ പ്രാർത്ഥിക്കും. നല്ലവനായ കർത്താവ്, കുടുംബത്തെ സമർപ്പിക്കുക. അനുഗ്രഹിക്കട്ടെ, ഈ മക്കൾ അനുഗ്രഹിക്കട്ടെ, ഉത്സാഹം ഇവിടെ നിറഞ്ഞു നിൽക്കട്ടെ, അലസയുടെ അരിവുകളെല്ലാം വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ശാന്തി സമാധാനം ഒറ്റ നിൽക്കട്ടെ. നിന്നിൽ ആശ്രയിക്കുവാനായിട്ട്, നിന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട്, അധ്വാനത്തെ ഒരു ഭാരമായിട്ട് കണക്കാക്കാതെ ഉത്സാഹിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ. നിൻ്റെ തിരുരക്തത്തിൻ്റെ കോട്ട ഈ മക്കൾക്ക് ചുറ്റുമുണ്ടായിരിക്കട്ടെ. എല്ലാ തരത്തിലുള്ള അനർത്ഥങ്ങളും മാറ്റപ്പെടട്ടെ, ദുഷ്ടാരൂപികൾ വിട്ടുപോട്ടെ. ഈ രാത്രിയിൽ ഈ മക്കൾ സമാധാനത്തിൽ ഉറങ്ങട്ടെ. നാളത്തെ പ്രഭാതത്തിൽ പുതിയ പ്രതീക്ഷകളുമായിട്ട് ഇവർ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.